ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി, അതായത് മാതൃഭാഷ സെക്കൻഡ്, മലയാളം സെക്കൻഡിൻ്റെ ഓണം എക്സാമിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഇവാലുവേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം. നമുക്ക് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, വനപാലകൻ്റെ വീട്ടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. വനപാലകൻ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വനം എന്ന പാലകൻ, വനത്തെ പാലിക്കുന്നവൻ, വനവും പാലകനും, വനമാകുന്ന പാലകൻ, അല്ലേ? ഏതാണപ്പോൾ വനപാലകൻ എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്നത്? വനത്തെ പാലിക്കുന്നവനാണ്, അല്ലേ? ബി ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടം മുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അടിവരയിട്ട പദം ഏതാണ്? അട്ടം മുട്ടെ. മേൽക്കൂര മുട്ടുന്ന രീതി, അല്ലേ? ഏതാണ്? മേൽക്കൂര മുട്ടുന്ന രീതിയിൽ എന്നാണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു. കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന പാഠഭാഗത്തിലെയാണ്. ഇവിടെ കുരുവിയുടെ പ്രവൃത്തിയുമായി യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അടിതെറ്റിയാൽ ആനയും വീഴും, നിലമറിഞ്ഞ് വിത്തിടണം, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഏതാണ്? ഡി ആണ്, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അടുത്തത് 4. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ കൊച്ചു ദേവദാരു എന്ന പാഠത്തിന് യോജിച്ച പ്രസ്താവന ഏത്? 1. പുതുവർഷം ആഘോഷിക്കാനായി വനപാലകൻ കൊച്ചു ദേവദാരുവിൻ്റെ ചില്ലകൾ വെട്ടിയെടുത്തു. 2. മാഗ്പേ കൊച്ചു ദേവദാരുവിനടുത്ത് മടങ്ങി വന്നു. 3. ഒറ്റയ്ക്കാണ് വളർന്നതെങ്കിലും ദേവദാരുവിന് ഏകാന്തത അനുഭവപ്പെട്ടില്ല. 4. വർഷത്തലേന്ന് കൊച്ചു ദേവദാരുവിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. ഇതിലേതാണ് ആൻസർ വരുന്നത്? സി ആണ്, 3ഉം 4ഉം. അതായത് മൂന്നാമത്തത് ഒറ്റയ്ക്കാണ് വളർന്നതെങ്കിലും ദേവദാരുവിന് ഏകാന്തത അനുഭവപ്പെട്ടില്ല. 4മത്തത് പുതുവർഷത്തലേന്ന് കൊച്ചു ദേവദാരുവിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ സി 3ഉം 4ഉം ശരിയാണ്. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്ക് വീതമാണ്. 5ാമത്തെ ചോദ്യം, പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പെരുമഴയത്ത്. ഈ വരികളിൽ അക്കാലത്തെ തൊഴിലാളികളുടെ ജീവിതാവസ്ഥ തെളിയുന്നുണ്ടോ? വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? കായൽ വറ്റിച്ച് കൃഷി ചെയ്യുന്ന തൊഴിലാളികളുടെ കഷ്ടപ്പാടാണ് ഈ വരികളിൽ തെളിയുന്നത്. കായലിൽ ബണ്ട് കെട്ടിയതിന് ശേഷം ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും. ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക. നിരനിരയായുള്ള നിൽക്കുന്ന 20-30 ചക്രങ്ങൾ രാപ്പകൽ ചവിട്ടി വെള്ളം തേവേണ്ടിയിരുന്നു. രാപ്പകൽ ഭേദമില്ലാതെ സംഘം ചേർന്ന് ഭൂവുടമയ്ക്കു വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കഠിനാധ്വാനം നിറഞ്ഞ ജീവിതാവസ്ഥയാണ് ഇവിടെ തെളിയുന്നത്. 6ാമത്തെ ചോദ്യം, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. കൊച്ചു ദേവദാരു. ബോധം തെളിഞ്ഞപ്പോൾ കൊച്ചു ദേവദാരു തിരിച്ചറിഞ്ഞതെന്തെല്ലാം? ബോധം തെളിഞ്ഞപ്പോൾ അപ്പോഴും താൻ അവിടെ ജീവനോടെ നിന്നിരുന്നു എന്നത് കൊച്ചു ദേവദാരുവിൽ അത്ഭുതമുണ്ടാക്കി. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കൊടുക്കകൾ അനവധി തൂക്കിയിരുന്നു. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. കൊച്ചു ദേവദാരുവിൻ്റെ അറ്റം സ്വർണ്ണ നിലത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്തത് 7A. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്ന് കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവിയും കാട്ടുതീയും.
ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ തനിക്കാവുമെന്ന് കരുതിയാണോ കൊച്ചുകുരുവി ഇപ്രകാരം ചെയ്തിട്ടുണ്ടാവുക? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. അല്ലെങ്കിൽ മാക്പേ പറഞ്ഞു, നിനക്ക് അറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ വരും നിന്നെപ്പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ. ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. കൊച്ചു ദേവദാരു. മനുഷ്യരുടെ പ്രവൃത്തികളിൽ മറ്റു ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത് ഇവിടെ ദൃശ്യമാവുന്നുണ്ടോ? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, അനേകം പക്ഷി മൃഗാദികൾ ചുട്ടുചാമ്പലാക്കാൻ തക്ക ശക്തിയുള്ള കാട്ടുതീ തനിക്കൊറ്റയ്ക്ക് കെടുത്താനാവില്ലെന്ന ബോധ്യം കൊച്ചുകുരുവിക്കുണ്ട്. ഒരു മഴ കൊണ്ട് കാട്ടുതീ അണക്കാൻ ശക്തനായവൻ മഴദേവനാണെന്ന ബോധ്യം ഉള്ളപ്പോഴും തന്നെക്കൊണ്ടാവുന്നത് ചെയ്യണമെന്ന ചിന്തയാണ് കൊച്ചുകുരുവിയുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇത്രയും നാൾ തന്നെ കാത്തു രക്ഷിച്ച കാടിനെ തന്നാൽ കഴിയും വിധം രക്ഷിക്കണമെന്ന ചിന്തയുള്ളത് കൊണ്ടാണ് കുരുവി കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചത്. ഇതിലെ ബിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മനുഷ്യരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന സഹജീവികളെയാണ് ഇവിടെ കാണാനാവുന്നത്. തൻ്റെ കുറഞ്ഞ ജീവിതകാലത്തിനുള്ളിൽ പുതുവർഷ ആഘോഷത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളുകളെ മാത്രമേ മാക്പേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മാക്പേ കൊച്ചു ദേവദാരുവിനോട് പുതുവർഷം വരുമ്പോൾ ആളുകൾ അതിനെ വെട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്നത്. എന്നാൽ മാക്പേയുടെ അറിവിൽ നിന്നും വ്യത്യസ്തനാണ് വനപാലകൻ. ദേവദാരുവിനെ വെട്ടാതെ തന്നെ പുതുവർഷം ആഘോഷിക്കുന്ന വനപാലകനെ വർഷങ്ങളോളം ഓർത്തിരിക്കുന്ന കൊച്ചു ദേവദാരുവിനെ ഇവിടെ കാണാം. പ്രകൃതിയെ മുറിപ്പെടുത്താതെയാണ് വനപാലകന്റെ ആഘോഷങ്ങൾ. പ്രകൃതിയെ സ്നേഹിക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും തിരിച്ചറിയാൻ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കാകുമെന്ന് ഇവിടെ വ്യക്തമാകുന്നു. അടുത്തത് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 5 മാർക്ക് വീതമാണ്. 1924 വെള്ളപ്പൊക്കത്തിൻ്റെ എത്രയോ ഇരട്ടി വിനാശകരമായിരുന്നു 2018 പ്രളയം. കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തിൻ്റെ പ്രതീകങ്ങളായി. മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്തവർ സ്വന്തക്കാരായി ഒരുമിച്ച് താമസിച്ചു. വൈശാഖൻ. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ചു മാത്രമായി ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ദേവകി നിലയങ്ങോട്. മാനുഷിക ബന്ധങ്ങൾ വളർത്താൻ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണമായി തീരുന്നുണ്ടോ? മുകളിൽ നൽകിയിരിക്കുന്ന സൂചനകൾ കൂടി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പരസ്പരം ഒന്നിച്ചു നിന്ന് അതിജീവിക്കാനുള്ള ശ്രമങ്ങളാണ് കടന്നുപോയ ഓരോ പ്രകൃതി ദുരന്തത്തിലും കാണാനാവുന്നത്. 1924 ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു ബന്ധുവീട്ടുകാർ നേരിട്ട വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ദേവകി നിലയങ്ങോട് ഓർക്കുന്നത്. അന്ന് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ നാട്ടുകാർ തോണികളിലെത്തിയാണ് രക്ഷിച്ചത്. 1924 പ്രളയത്തേക്കാൾ വിനാശകരമായി 2018 പ്രളയം കേരളീയരുടെ ഒന്നിച്ചുള്ള അതിജീവനത്തിൻ്റെ പ്രതീകമായി മാറിയെന്ന് വൈശാഖന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാവും. പരസ്പരം സംസാരിച്ചിട്ടില്ലാത്തവർ വരെ സ്വന്തക്കാരായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അന്ന് ഒന്നിച്ചു കഴിഞ്ഞു. വെള്ളപ്പൊക്കങ്ങൾ തുടർക്കഥയാകുന്ന ഇക്കാലഘട്ടങ്ങളിലും അവയെല്ലാം ഒന്നിച്ചു നിന്ന് നേരിടുന്ന കേരളീയരെ തന്നെയാണ് കാണാനാവുന്നത്. അപകടഘട്ടങ്ങളിൽ പരസ്പരം താങ്ങും തണലുമായി നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരേ കുടുംബത്തെ പോലെ പെരുമാറിയും വെള്ളപ്പൊക്കത്തിന് ശേഷം മടങ്ങുമ്പോൾ പരസ്പരം വീടുകൾ വൃത്തിയാക്കാൻ സഹായിച്ചും ഒന്നിച്ചുള്ള അതിജീവന ശ്രമങ്ങളാണ് നാം പരിശീലിച്ചു പോരുന്നത്. എല്ലായ്പ്പോഴും മാനുഷിക ബന്ധങ്ങൾ പുലർത്തേണ്ടതാണെങ്കിലും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതായി കാണാം. 9ാമത്തെ ചോദ്യം. പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി. കൊച്ചു ദേവദാരു. ഒരു കൊച്ചുമരത്തെ സംരക്ഷിച്ചതിലൂടെ പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുന്ന വനപാലകന്റെ കുടുംബത്തെയാണ് ഇവിടെ കാണാനാവുന്നത്. ഇത്തരത്തിൽ സഹജീവികളെ സംരക്ഷിച്ച ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഒരു ഉദാഹരണം നോക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു വിനോദയാത്ര പോയി. ഇടയ്ക്ക് വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. അവിടെയുണ്ടായിരുന്ന കൊച്ചു കടകളിൽ നിന്ന് ആഹാര സാധനങ്ങൾ വാങ്ങി. ഞങ്ങൾ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. പെട്ടെന്നാണ് ഒരു കുരങ്ങൻ ഭക്ഷണാവശിഷ്ടങ്ങളുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു മാറിയിരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഭക്ഷണാവശിഷ്ടങ്ങളോടൊപ്പം പ്ലാസ്റ്റിക് കൂടി അത് കഴിക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക് അകത്തു ചെന്നാൽ ജീവികൾക്കുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി വായിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെ തടയാൻ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. കൂട്ടുകാരെല്ലാം എന്നെ തടഞ്ഞെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള പഴം അതിനു നൽകി. അതിൻ്റെ ശ്രദ്ധ മാറിയ നിമിഷം ഞാൻ ആ പ്ലാസ്റ്റിക് വലിച്ചെടുത്തു. ഒന്നുകൂടി നോക്കിയപ്പോഴാണ് അതിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടത്. ആ പ്ലാസ്റ്റിക് കഴിച്ചിരുന്നെങ്കിൽ അമ്മ കുരങ്ങ് ചത്തേനെയെന്നും കുഞ്ഞ് ഒറ്റപ്പെട്ടു പോകുമായിരുന്നുവെന്നും ഇതെല്ലാം കണ്ട ജാൻസി ടീച്ചർ പറഞ്ഞു. നാം അശ്രദ്ധമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സഹജീവികളെ എപ്രകാരമാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞു തന്ന ടീച്ചർ എനിക്കൊരു സമ്മാനം തരാനും മറന്നില്ല. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് തുടർന്ന് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗദ്യഭാഗം നമുക്ക് നോക്കാം. ഞാൻ മഴയുമായി അടുത്തിടപഴകി വളർന്ന ഒരാളല്ല. അസുഖക്കൂടുതൽ കാരണം മഴ അനുഭവങ്ങളുടെ കുറവുണ്ട് എൻ്റെ വളർച്ചയിൽ. എന്നാലും മഴ എൻ്റെ ബന്ധുവാണ്. കൈകോർത്ത് നടന്നിട്ടില്ല. ഞങ്ങളെങ്കിലും ഒപ്പിയെടുത്താൽ എന്ന പോലെ എന്നെ നന്നായി അറിയാം മഴയ്ക്ക്. ബന്ധുക്കളുടെ വന്നുപോകലുകളുടെ മധ്യേ വെച്ച് കലശലായ മടുപ്പ് തോന്നുകയും എന്താ പോകാറായില്ലേ എന്ന് മുള പൊട്ടുന്ന ചോദ്യം അടക്കിയൊതുക്കി വെക്കുന്നതിൻ്റെ ബന്ധപ്പാടിലേക്ക് വീണു പോവുകയും ചെയ്യുന്ന മനസ്സാണ് എനിക്ക്. അവരൊക്കെ തിരിച്ചു പോയാലേ എൻ്റെ അലസമായ ഇരിപ്പും നടപ്പും എനിക്ക് തിരിച്ചു കിട്ടൂ. പക്ഷേ മഴ ബന്ധുവിരുന്നു വരുമ്പോൾ ചാരുകസേരയെടുത്ത് മുൻവശ വരാന്തയിലിട്ട് ഞാനും മഴയും മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒടുക്കം മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട, പോകേണ്ട, ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹശാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു. മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്ത ഇടത്ത് സുരക്ഷിതമായി നിന്നു വിരലൊന്ന് നീട്ടി തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരുന്നത്. ഓടിട്ട വീട്ടിലിരുന്ന് കാണണം മഴ. മഴയുടെ ചറുപിറന്നേയുള്ള വരവ്. ഓടിന്മേൽ വീണ് തട്ടിത്തെറിച്ചുള്ള സംഗീത വിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഓടിറമ്പിലൂടെയുള്ള മഴയൊരുക്കിൻ്റെ നേരത്ത് മഴയുടെ വെള്ളി നൂലുകൾ വീടിന് ചുറ്റും തോരണം തൂക്കുന്നത് പോലെ തോന്നും. വീട് ഒരു കല്യാണ വീടായി ചമഞ്ഞൊരുങ്ങുന്ന അനുഭവം. നനയാത്ത മഴ. പ്രിയ AS. ഇനി മഴയുമായി അടുത്തിടപെടാൻ എഴുത്തുകാരിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതുപോലെ ബന്ധുക്കളോട് ഉള്ളതിനേക്കാൾ സ്നേഹമാണ് എഴുത്തുകാരിക്ക് മഴയോട് ഉണ്ടായിരുന്നത്. വിശദമാക്കുക. ഓടിട്ട് വീട്ടിലിരുന്ന് കാണണം മഴ. എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ആദ്യത്തേത് എന്താണ്? അസുഖക്കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മഴയുമായി അടുത്തിടപെടാൻ എഴുത്തുകാരിക്ക് കഴിയാതെ പോയത്. രണ്ടാമത്തെ, മഴയെ സ്വന്തം ബന്ധുവായാണ് എഴുത്തുകാരി കാണുന്നത്. മറ്റു ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ തൻ്റെ അലസമായ ഇരിപ്പും നടപ്പും പ്രയാസമാണെന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ട് വിരുന്നു വരുന്ന ബന്ധുക്കൾ മടങ്ങിപ്പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മഴബന്ധു വിരുന്നു വന്ന് മടങ്ങിപ്പോകുമ്പോൾ വേണ്ട, പോകേണ്ട എന്ന് പറയാനുള്ളത്ര സ്നേഹശാഠ്യം എഴുത്തുകാരിക്ക് ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് ബന്ധുക്കളെക്കാൾ മഴബന്ധുവിനെയാണ് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ആൻസർ, ഓടിന്മേൽ തട്ടി വീഴുന്ന മഴയുടെ സംഗീത വിരുന്ന് എഴുത്തുകാരിക്ക് ഏറെ ഇഷ്ടമാണ്. അതോടൊപ്പം ഓടിറമ്പിലൂടെ വെള്ളി നൂലുകൾ പോലെ മഴയൊഴുകുമ്പോൾ വീടിന് ചുറ്റും തോരണം തൂക്കുന്നത് പോലെ തോന്നുന്നു. വീട് ഒരു കല്യാണ വീടായി ചമഞ്ഞൊരുങ്ങുന്ന അനുഭവമാണ് എഴുത്തുകാരിക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഓടിട്ട് വീട്ടിലിരുന്ന് കാണണം മഴ എന്ന് എഴുത്തുകാരി പറയുന്നത്. 11 A, ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുത്തത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്ക് ആവുന്നത് ചെയ്യുന്നു. കാട്ടുതീ ഉണ്ടായപ്പോൾ കുരുവി മഴദേവനോട് പറഞ്ഞതാണിത്. എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്? രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ സവിശേഷതകൾക്കപ്പുറം മാനുഷിക ഭാവം കൊച്ചു ദേവദാരു എന്ന കഥയിലെ ദേവദാരുവിനെ കഥാകാരൻ നൽകുന്നുണ്ടോ?
വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ചോദ്യത്തിൻ്റെയും ആൻസർ നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഒരു മഴ പെയ്യിച്ചുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളെയുമെല്ലാം കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദേവനാണ് മഴദേവൻ. എന്നാൽ മഴ പെയ്യിക്കാനല്ല, കൊച്ചു ചുണ്ടിൽ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് കാട്ടുതീ അണക്കാൻ ശ്രമിക്കുന്ന കൊച്ചുകുരുവിയെ പരിഹസിക്കാനാണ് മഴദേവൻ ശ്രമിക്കുന്നത്. തന്നെക്കൊണ്ട് കഴിയുന്ന നന്മ ചെയ്യാതെ മറ്റുള്ളവരുടെ എളിയ ശ്രമങ്ങളെ പരിഹസിക്കുന്ന മനോഭാവമാണ് മഴദേവൻ പ്രകടമാക്കുന്നത്. എന്നാൽ തന്നെക്കൊണ്ട് കഴിയുന്ന നിസ്സാര കാര്യങ്ങൾ പോലും തുടർച്ചയായി ചെയ്യുന്നത് ലോകത്തിന് അത്രയും ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന മനോഭാവമാണ് കൊച്ചുകുരുവിയുടേത്. തൻ്റെ ജീവനേക്കാൾ ലോക നന്മയ്ക്കാണത് പ്രാധാന്യം നൽകുന്നത്. തീർച്ചയായും കൊച്ചുകുരുവിയുടെ മനോഭാവമാണ് അനുകരണീയമായിട്ടുള്ളത്. കാരണം തനിക്ക് ഇതുവരെ അഭയം നൽകിയ കാടിന് തന്നാൽ കഴിയുന്ന വിധം സേവനം ചെയ്യാൻ അത് ശ്രമിക്കുകയും മഴദേവനോട് ചെയ്യേണ്ട നന്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ ബി, മനുഷ്യരെ പോലെ വിചാരങ്ങൾ മരങ്ങൾക്കുമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കഥയാണ് സെർഗേയ് മിഹൽക്കോഫിൻ്റെ കൊച്ചു ദേവദാരു. കാടിനടുത്ത് വനപാലകന്റെ വീട്ടിൽ മുൻപിൽ നിൽക്കുന്ന ദേവദാരു ചുറ്റുപാടുകളെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. കാട്ടിലെ വൻ വൃക്ഷങ്ങളുടെ വാത്സല്യം ആസ്വദിച്ചും മുഴലിനെ പരിചയപ്പെട്ടും ചിത്രശലഭങ്ങളെയും പക്ഷികളെയും നിരീക്ഷിച്ചും ജീവിച്ച കൊച്ചു ദേവദാരുവിന് ഒരു മനുഷ്യക്കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് കാണാനാവുന്നത്. ചുറ്റുപാടുകളോട് അത്രയേറെ ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വളർന്നിട്ടും അതിന് ഏകാന്തത തോന്നുന്നില്ല എന്ന കൽപ്പന മനുഷ്യരുടെ അതേ മാനസികാവസ്ഥയാണ് ദേവദാരുവിനും ഉണ്ടായിരുന്നതെന്ന് സൂചിപ്പിക്കുന്നു. മാഗ്പേ പറഞ്ഞതുപോലെ പുതുവർഷാഘോഷത്തിന് ആളുകൾ തന്നെ വെട്ടിക്കൊണ്ടു പോകുമെന്ന് ഭയന്ന് മാസങ്ങളോളം കഴിയുന്ന ദേവദാരുവിന് സംസാരശേഷിയും വിചാരങ്ങളും ഉണ്ടെന്ന് കാണാൻ കഴിയും. പുതുവർഷത്തലേന്ന് തൻ്റെ സമീപത്തെത്തിയ വനപാലകനെ കണ്ട് ബോധം കെട്ടുപോകത്തക്ക വിധം മരണഭയം അതിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. എന്നാൽ തന്നെ നശിപ്പിക്കാതെ ആഘോഷത്തിനു വേണ്ടി അലങ്കരിച്ച വനപാലകനെ വർഷങ്ങൾക്ക് ഇപ്പുറവും സ്നേഹിക്കുന്ന ദേവദാരുവിന് ഉത്തമ മനസ്സും കഥാകാരൻ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ദേവദാരുവിന് ഒരു മരത്തേക്കാൾ ഉപരിയായ സ്ഥാനമാണ് കഥാകാരൻ കഥയിൽ നൽകുന്നത്. അടുത്തത് 12ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. എ, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. കൊച്ചു ദേവദാരു. ദയാശീലനും മരങ്ങളെ അത്യന്തികം സ്നേഹിച്ചിരുന്നവനുമായ വനപാലകനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അല്ലെങ്കിൽ നദിയിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി, അനധികൃതമായി മണൽവാരൽ, പ്രതിപിടിയിൽ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്ന പത്രവാർത്തകൾ വായിച്ചല്ലോ. ഇവയൊക്കെ വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നില്ലേ? മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ നോക്കാം. സെർഗേയ് മിഹൽക്കോഫിൻ്റെ കൊച്ചു ദേവദാരു എന്ന കഥയിലെ സുപ്രധാന സ്ഥാനമുള്ള കഥാപാത്രമാണ് വനപാലകൻ. ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹി തന്നെയായിരുന്നു അദ്ദേഹം. ആവശ്യത്തിനും അനാവശ്യത്തിനും മരം മുറിക്കുന്ന ഇക്കാലത്ത് ഏവർക്കും മാതൃകയാണ് വനപാലകൻ. മരം മുറിക്കാതെയും മരത്തെ പ്രയോജനപ്പെടുത്താം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. ദയാശീലനും മരങ്ങളെ അത്യന്തികം സ്നേഹിച്ചിരുന്നവനുമായ വനപാലകൻ ഒരു കൊച്ചു ദേവദാരുവിനോട് കാണിച്ച കാരുണ്യം തീർച്ചയായും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ്. വനപാലകന്റെ വീടിനു മുമ്പിലെ തുറന്ന പ്രദേശത്തുള്ള കൊച്ചു ദേവദാരുവിന് അടുത്തേക്ക് പക്ഷികളും എലികളും മുയലുമെല്ലാം വന്നിരുന്നു എന്നത് കാട്ടിലെ ജീവജാലങ്ങളെപ്പോലെ സ്വാഭാവികമായി തന്നെ അദ്ദേഹം നിലനിർത്താൻ ആഗ്രഹിച്ചു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പുതുവർഷം ആഘോഷിക്കാൻ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്ന സംസ്കാരമുള്ള ഒരു നാട്ടിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കൊച്ചു ദേവദാരുവിനെ അതേപോലെ തന്നെ നിലനിർത്തി പുതുവർഷമായി അലങ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പ്രകൃതിയോട് ചേർന്ന് ആഘോഷങ്ങളെ എപ്രകാരം ക്രമീകരിക്കാമെന്നും മക്കളെ പഠിപ്പിക്കുന്ന സ്നേഹനിധിയായ പിതാവ് കൂടിയാണ് അദ്ദേഹം. കൊച്ചു ദേവദാരുവിനെ മുറിക്കാതെ പുതുവർഷമരമായി അലങ്കരിച്ചത് എത്ര നല്ല ആശയമാണെന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ്.
നട്ടു വളർത്തുകയോ വെള്ളമൊഴിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും കാലങ്ങൾ കഴിഞ്ഞിട്ടും വനപാലകനോട് സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കാൻ ദേവദാരുവിന് പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ സ്വാഭാവികമായി വളരാൻ അനുവദിച്ചതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായി വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നതാണ് കാടെന്നും അതിലേക്ക് മനുഷ്യരുടെ കടന്നുകയറ്റം ശരിയല്ലെന്നും ധാരണയുള്ളവനാണ് വനപാലകൻ. പ്രകൃതിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആ സ്നേഹം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത ഉത്തമ മനുഷ്യനായുള്ള വനപാലകൻ. വനപാലകൻ എന്ന പേരിൽ അനർത്ഥമാക്കുന്ന ജീവിതം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് എന്ന് കാണാം. അടുത്തത് മനുഷ്യർ വരുത്തുന്ന വെള്ളപ്പൊക്കം. ഓരോ മഴക്കാലത്തും വെള്ളപ്പൊക്ക വാർത്തകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വർഷം തോറും അത് ആവർത്തിച്ചിട്ടും അതിനു പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നത് പോലുമില്ല എന്നത് ലജ്ജാവഹമാണ്. വനനശീകരണവും കുന്നിടിക്കലും പുഴകളും പാടങ്ങളും നികത്തുന്നതുമെല്ലാം വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിനും കാരണമാകുന്ന ഘട്ടങ്ങളാണെന്ന ബോധ്യം ഏവർക്കുമുണ്ട്. എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി പ്രകൃതിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയും പ്രകൃതിയുടെ തിരിച്ചടി നേരിടുമ്പോൾ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് കൂടി വരുന്നു. മഴക്കാലത്ത് വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ തടസ്സം നിൽക്കുന്ന വിധത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും വെള്ളപ്പൊക്കമുണ്ടാവാൻ ഇടയാക്കുന്നുണ്ട്. ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മഴക്കാലത്ത് പ്രളയമുണ്ടാകാൻ ഇടയാക്കുന്നുണ്ട്. കൂടാതെ നദീതീരങ്ങൾ മനുഷ്യർ കയ്യേറുന്നതും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മഴക്കാലത്ത് പ്രളയമുണ്ടാകാൻ ഇടയാക്കുന്നുണ്ട്. കൂടാതെ നദീതീരങ്ങൾ മനുഷ്യർ കയ്യേറുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. താൽക്കാലിക സൗകര്യം മാത്രം ലക്ഷ്യമാക്കി മനുഷ്യർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളാണ് വഴിവെക്കുന്നത്. പ്രകൃതിയുടെ സ്വാഭാവിക വ്യവസ്ഥിതി തകർക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ നിയമനിർമ്മാണത്തിലൂടെയും അതിൻ്റെ പാലനത്തിലൂടെയും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രകൃതി ചൂഷണം നമുക്ക് തടയാനാകും. സർക്കാർ തലത്തിൽ മാത്രം ഒതുങ്ങാതെ ഓരോ വ്യക്തിയും സ്വന്തമായി തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവൂ. കുട്ടിക്കാലം മുതൽ ലഭിക്കുന്ന ബോധവൽക്കരണങ്ങളും പരിശീലനവും ഇതിന് ആവശ്യമാണ്. പ്രകൃതിയിൽ നിന്ന് എല്ലാം സ്വീകരിക്കുന്ന നാം പ്രകൃതിയെ സംരക്ഷിക്കാൻ കൂടി ബാധ്യസ്ഥരാണ് എന്ന ചിന്തയോടെ പ്രവർത്തിച്ചാൽ പ്രകൃതിയുടെ തിരിച്ചടികളെ ഒരു പരിധിവരെ ഒഴിവാക്കാനാവുക തന്നെ ചെയ്യും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.